അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള CMF നത്തിങ് സ്മാർട്ട് വാച്ച് 2 പ്രോ എന്ന സീരീസാണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിൽ ലാസ്റ്റ് വന്ന അപ്ഡേഷൻ അടിപൊളി അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1999 രൂപയുണ്ട്, 5499 രൂപയുണ്ട്. ഈ ഒരു പ്രൈസിൽ ലാസ്റ്റ് വന്ന അപ്ഡേഷൻ വന്നപ്പോൾ ആപ്പിൾ വാച്ച് സാംസങ് വാച്ചിനൊക്കെ നെറ്റിച്ചുകൊണ്ടുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ ഇതിൽ ഇന്നലെ 2 ദിവസം മുമ്പ് വന്ന അപ്ഡേഷൻ. അതെന്താ സംഭവിച്ചാൽ, ഓൾവേസ് ഡിസ്പ്ലേ AOD അതൊരു രക്ഷയില്ലാത്ത അപ്ഡേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മറ്റ് വാച്ചിനെ കമ്പയർ ചെയ്തിട്ട് എൻ്റെ പ്രൈസിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആപ്പിളിനാണെങ്കിലും സാംസങ് ആണെങ്കിലും എത്രയോ റേറ്റ് കൊടുക്കണം. നമുക്കിതിൻ്റെ 3-4 മടങ്ങ് റേറ്റ് കൊടുത്താലാണ് പ്രൈസ് വിലയുള്ള വാച്ചാണ്. ആളായിക്കോട്ടെ സാംസങ് ആയിക്കോട്ടെ. പക്ഷേ ഇതിൽ 100 സംതിങ് AODകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് എത്ര വാച്ച് ഫേസ് ഉണ്ട് അത്രയും AODകളാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലെന്താ വെച്ചാൽ, ഇപ്പോൾ കമ്പനി കൊടുത്ത AODകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതിൻ്റെ AOD. ഈ കാണുന്ന വാച്ചിൽ അതായത് വാച്ച് മേടിച്ച സമയത്ത് ഇതിലുണ്ടായിരുന്ന AODകളാണ്. നമുക്ക് 1 ഫസ്റ്റ് ഒന്നുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 10 AODകൾ ഇനി നമ്മൾ വാച്ച് വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള 10 AODകളാണ് ഇത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാച്ച് ഇൻ്റർഫേസ് മാറ്റാം. വാച്ച് സ്പേസ് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് AOD ഉണ്ട്. നമ്മളത് വേറൊരു നമുക്ക് AOD കാണുന്നുണ്ടെങ്കിൽ കയ്യിൽ വാച്ച് കെട്ടിയാലേ AOD കാണാൻ പറ്റും. 10 AODകളായിരുന്നു നമ്മൾ അതായത് ഈ വാച്ച് പർച്ചേസ് ചെയ്ത സമയത്ത് ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള 10 AOD മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാച്ചിൻ്റെ ഇൻട്രസ്റ്റ് വീണ്ടും നമുക്ക് എന്താ ചെയ്ത് ഒരു അപ്ഡേഷൻ CMF എടുക്കാനുള്ള കാരണം തന്നെ ഞാൻ ഇതിൽ അപ്ഡേഷൻ പെട്ടെന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഈ CMF വാച്ച് എടുക്കാനുള്ള കാരണം തന്നെ. അപ്പോൾ നമുക്കിത് AOD ആണ്. ഇത് ഓരോ AODകളും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരാം. അങ്ങനെ ഓരോ വാച്ച് ഫേസിനും ഓരോ AOD ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ ലാസ്റ്റ് വന്ന അപ്ഡേഷൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. നമുക്ക് ഓൾവേസ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്, റെഡ് കളറൊക്കെ എല്ലാം തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കയ്യിൽ കെട്ടി, അത് നല്ലൊരു ഫീച്ചറാണ്. കയ്യിൽ കെട്ടിയാൽ ഈ AOD വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ നേരെ പുറത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മൾ നൈറ്റിലൊക്കെ നമ്മൾ വാച്ച് ഊരി വെക്കണമെന്നുണ്ടെങ്കിൽ AOD ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ബാറ്ററി ബാക്കപ്പിന് നല്ല ഉപകാരം ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വാച്ച് ഇൻ്റർഫേസ് വേറെ ഒന്ന് മാറ്റി നോക്കാം. വേറൊരു വാച്ച് ഇൻ്റർഫേസാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് AOD വരുന്നത് എങ്ങനെ നോക്കാം. കണ്ടോ, ആ ഒരു റെഡാണ് പോയിട്ട് അതേ ഇതിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ഇതിലായി മാറി. അതായത് നമ്മൾ AOD വെക്കേണ്ട മിക്ക AOD വെക്കേണ്ടും അതിൻ്റെ ആ ഒരു ഡിജിറ്റ് എങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ആ ലെവലിലാണ് AOD മാറുന്നത്. അപ്പോൾ അതെന്തായാലും നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ആപ്പിലാണ്, അതായത് CMFൻ്റെ നമ്മൾ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്പിലാണ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ. ആപ്പ് ഓപ്പൺ ചെയ്ത് നെറ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൽ കാണിക്കുന്ന ഈ വാച്ചിൻ്റെ ഈ കണക്റ്റിംഗ് എത്ര ശതമാനം ബാറ്ററി താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാച്ച് ഫേസുകൾ കാണാൻ പറ്റും. ഈ വാച്ച് ഫേസുകൾ അതായത് ഗാലറി എന്നുള്ള മുകളിൽ കൊടുക്കാം. മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്. എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ CMF ഡിജിറ്റ് അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു നമ്മളെ എന്താ പറയുക ഈ ഒരു വാച്ച് ഇൻ്റർഫേസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ AOD ഈ ഒരു ഭാഗത്ത് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ AOD കാണാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് താഴോട്ടുള്ള വേറെ ഒന്ന് എടുത്തിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് AODൻ്റെ ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ AOD കാണാൻ പറ്റും. അങ്ങനെ എല്ലാ വാച്ച് ഫേസിൻ്റെയും നമുക്ക് AODകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AOD കാണാൻ പറ്റും. ഇനി അതല്ല, വേറൊരു സെക്ഷനിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ CMF അനലോഗിൻ്റെ ആണെങ്കിൽ അനലോഗിൻ്റെ പോയിട്ട് നേരെ താഴെ പോയിട്ട് ഇത് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഈ സോഫ്റ്റ്വെയറിൽ അവർ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്, അതായത് നേരെ വാച്ച് ഫേസ് മാറ്റാതെ തന്നെ ഇതിൽ തന്നെ നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, താല്പര്യമുള്ള AODകൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയ AODകൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, വാച്ച് ഫേസ് സെലക്ട് ചെയ്യാം.
അപ്പോൾ എല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവരിപ്പോൾ ലാസ്റ്റ് കൊടുക്കുന്ന അപ്ഡേഷൻ വളരെ അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേഷനാണ്. വെറും 50 സംതിങ് MB ഇനിയും അവർ അപ്ഡേഷൻ കൊണ്ടുവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷയോട് കൂടെ അടുത്ത അപ്ഡേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കൂടി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.